ഇച്ഛാശക്തി, Okay. വിൽ പവർ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് ഇൻ 3, 2, 1, go. ഓക്കെ, ഹായ്. എല്ലാ അമ്മമാർക്കും അവരുടെ പൊൻകുഞ്ഞായിരിക്കും. പക്ഷെ എന്റെ അമ്മയ്ക്ക് അങ്ങനെ അല്ലായിരുന്നു. ഷീ ഈസ് വെരി സ്ട്രിക്ട്. ലൈക്ക് എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, അങ്ങനെയായിരുന്നു എന്റെ അമ്മയുടെ മൈൻഡ്. ഐ എം പ്രൗഡ് ഓഫ് ഹർ. സോ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലം എനിക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വന്നു. സഡൻലി ഒരു കോൾ വന്നു, നിങ്ങളുടെ മകനും എന്റെ എക്സാണ് കോൾ ചെയ്തത്, യുവർ സൺ യൂസ് ടു ബി ആൻ യൂസ് ആൻഡ് ത്രോ ചെയ്തു എന്ന് പറഞ്ഞ് കോൾ വന്നു. സോ ഏതൊരു അമ്മയ്ക്കായാലും അത് ആ ടൈമിൽ വിഷമം വരും. സോ നിനക്കൊരു പെങ്ങളുള്ളതല്ലേ, നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു, ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന്, ഇപ്പം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. എൻ്റെ 19-ാം വയസ്സിലാണ് ഇത് നടക്കുന്നത്, സെയിം ഏജ്. സോ ആ ഏജിൽ എനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. എൻ്റെ കോളേജ് ഡ്രോപ്പ് ഔട്ടായി. സെൽഫ് റെസ്പെക്ട് എല്ലാവർക്കും ഉള്ളതാണല്ലോ. ആ 19 വയസ്സിലുള്ളൊരു തീ, അതുകൊണ്ട് ഞാൻ ഇറങ്ങി നേരെ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. കോളേജിൽ അടയ്ക്കാൻ ഫീസ് ഇല്ല. ദാറ്റ് ഇയേഴ്സ് ഫീസ് 1.5 lakh ഉണ്ടായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് അടയ്ക്കാനൊന്നും കഴിവില്ലായിരുന്നു ആ ടൈമിൽ. എന്നിട്ട് ഞാൻ പോയി ഒരു ജസ്റ്റ് ട്രെയിനിങ് ലൈക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അത് കുറച്ച് ദിവസത്തിന് ശേഷം തന്നെ എനിക്ക് ഡിസ്ക് ഇഞ്ചറി വന്നു. ലൈക്ക് സ്ക്വാട്ട് ചെയ്യായിരുന്നു, ഒരാൾ വന്ന് ബാക്കിൽ നിന്ന് ചെറുതൊരു പുഷ് ചെയ്തതാണ്. സോ അത് കുറേ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ബട്ട് ഡോക്ടർ ടോൾ ഇത് ഇനി ലൈഫ് ടൈം ഉണ്ടാവും, സയാറ്റിക്ക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും നമ്മുടെ ബോഡി അത്രയും വെപ്പണാക്കി ക്രിയേറ്റ് ചെയ്ത് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയത്. ഓരോ അടി തീരുമ്പോഴും അടുത്ത അടി ദൈവം എനിക്ക് തന്നുകൊണ്ട് നിൽക്കുക, നിനക്ക് ഇത്രയൊന്നും പോരാ, കുറച്ചും കൂടെ തരാന്നും പറഞ്ഞ് തന്നുകൊണ്ട് നിൽക്കുക. ഐ എം ലൈക്ക് ഓക്കെ. ബട്ട് എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ആ മന്ത്ത്തെ റെന്റ്, എൻ്റെ എക്സ്പെൻസ്, എൻ്റെ ഫുഡ്, ഇതൊന്നും എനിക്ക് പേ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് തന്നെ പോയപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ എക്സ്പെൻസ് എനിക്ക് താങ്ങാൻ പറ്റില്ല. യുവർ എക്സ്പെൻസീസ് ലൈക്ക് ഫുഡ് തന്നെ വരുമ്പോൾ കുറേ ഉണ്ടാവും ക്യാഷ്, സോ വി കാണ്ട് അഫോർഡ് ദാറ്റ്, പോയിക്കോ. അവിടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ട് നാണം കെട്ട് തിരിച്ച് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. 19-ാം വയസ്സിൽ ഒരു 6 months ഞാൻ റെസ്റ്റ് എടുത്തു. ഞാൻ റെസ്റ്റ് എടുക്കുന്ന പീരീഡിൽ എനിക്ക് ഡ്രസ്സ് ഇടാൻ കഴിയില്ല. കിടക്കുമ്പോൾ ഒരു കുളിക്കുന്ന കപ്പ് എടുക്കുന്നത് പോലും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഒരു സർട്ടൻ പൊസിഷൻ ലൈക്ക് ഇങ്ങനെ ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് വാസ് വെരി ടെറിബിൾ. ഞാൻ കിടക്കുന്നുണ്ട്, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, ബട്ട് ഇമോഷൻസ് ഇല്ല. എനിക്ക് എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടില്ല. ബട്ട് എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. എനിക്കൊരു ജിം ട്രെയിനറായിട്ടൊരു ജോബ് തന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എന്തെങ്കിലും ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകൂ എന്നുള്ളത്. അവിടെ നിന്നും എനിക്ക് 3 സർട്ടിഫിക്കേഷൻ, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ലൈക്ക് ഇൻ ഫിറ്റ്നസ് ഫീൽഡ് എനിക്ക് ഞാൻ ഏൺ ചെയ്തു. അത് ഇനിയും കുറെ എനിക്ക് ഏൺ ചെയ്യണമെന്നുണ്ട്, ഉയരങ്ങളിലേക്ക് പോകണമെന്നുണ്ട്. സോ വിൽ പവർ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഫൈറ്റ് ലൈക്ക് എ വാറിയർ. Thank you so much, Abhiram. Thank you. I am impressed. നന്നായി സംസാരിച്ചു, താങ്ക് യു. കൃത്യമായിട്ട് കൺവിൻസ് ചെയ്തു. Okay.